നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിരാശനാണ്, ദുഃഖിതനാണ്. ചാമ്പ്യൻസ് ലീഗ് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. വളരെ വളരെ ദുഃഖമുണ്ട്. ഹാൻസി ഫ്ലിക്ക് പറയുകയാണ്. FC ബാഴ്സലോണ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായിരിക്കുന്നു. കഴിഞ്ഞ തവണ സെമി ഫൈനലിൽ പുറത്തായി. അത്ലറ്റിക്കോ മാഡ്രിഡിനോട് നന്നായിട്ട് കളിച്ചെങ്കിലും അഗ്രിഗേറ്റ് 3-2 തോറ്റാണ് ബാഴ്സലോണ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. പുറത്തായതിനു ശേഷം ഹാൻസി ഫ്ലിക്ക് പറഞ്ഞു, ഇറ്റ് വാസ് അവർ ഡ്രീം ടു വിൻ ദി ചാമ്പ്യൻസ് ലീഗ്. വി ആർ ഓൾ വെരി സാഡ്. ഞങ്ങളെല്ലാവരും വളരെ ദുഃഖത്തിലാണ്. ഞങ്ങളുടെ സ്വപ്നമായിരുന്നു, എല്ലാവരുടെയും സ്വപ്നമായിരുന്നു ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുക എന്നുള്ളത്. ഈ ടീം വളരെ യങ് ടീമാണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആവും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. തോൽവിയെക്കുറിച്ച് ചോദിച്ചാൽ ഇറ്റ്സ് ഡിസപ്പോയിൻറ്റിങ്. പക്ഷേ അടുത്ത സീസണിൽ ഞങ്ങൾ വീണ്ടും ശ്രമിക്കും. പ്ലെയേഴ്സ് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അവരെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ആണ്. സ്റ്റാഫും പ്ലെയേഴ്സും ഫാൻസും എല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആണ്. വി ഹാവ് ടു ലേൺ. ഞങ്ങൾക്ക് യങ് ടീമാണ്, കാര്യങ്ങൾ റെഡിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി ഹാൻസി ഫ്ലിക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ കളി തോറ്റപാടെ ഡെക്കോയും ലാപ്പോർട്ടയും നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടുകയായിരുന്നു. കാരണം താരങ്ങളെ ആശ്വസിപ്പിക്കണം. അത്രയധികം എഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു ബാഴ്സയുടെ താരങ്ങളും കോച്ച് ഹാൻസി ഫ്ലിക്കും ഒക്കെ. കാരണം അവർ അത്രയധികം ആഗ്രഹിച്ചതാണ് ഈ UCL കിരീടം. 2015 അവസാനമായി കിട്ടിയത്. 10-12 കൊല്ലക്കാലമായി ആ ഡ്രൗട്ട് അവസാനിപ്പിക്കാൻ അവർ ഇറങ്ങിത്തിരിച്ചതായിരുന്നു. പക്ഷേ സിമയോണി കെട്ടിയ കോട്ട അത് പൊളിക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിയാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഫ്ലിക്കൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞു, ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ തയ്യാറല്ല. ലാലീഗ വിജയിക്കണം. ഇനിയുള്ള ശ്രമവും ലക്ഷ്യവും അതാണ്. അത് എത്ര പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളതല്ല, ഇത്തവണ ലാലീഗയിൽ ഞങ്ങൾ മുത്തമിട്ടിരിക്കും എന്നുകൂടി ഹാൻസി ഫ്ലിക്ക് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.